ഞാൻ ഡോക്ടർ സിസ്റ്റർ വിജയ പുതുശ്ശേരിൽ ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് സിമ്പിൾ റിതമിക് ബ്രീതിങ് റിലാക്സേഷൻ തെറാപ്പിയെ പറ്റിയാണ്. ജീവിത സമ്മർദ്ദങ്ങളെയും സംഘർഷങ്ങളെയും ആരോഗ്യകരമായി നേരിടാനും മാനസിക പിരിമുറുക്കങ്ങൾ അയക്കാനും ഈ തെറാപ്പി എല്ലാവർക്കും ഉപകരിക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് അയാളുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയ്ക്ക് ഉണർവ് പകരുന്നതിനും ശരിയായ വിശ്രമം, ഉറക്കം എന്നിവ കിട്ടുന്നതിനും ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇതിന് മുന്നോടിയായി അത്യാവശ്യ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയതിനു ശേഷം ഇറുങ്ങിയ വസ്ത്രങ്ങൾ അയച്ചിട്ട് നേരെ നിവർന്ന് കട്ടിലിൽ സ്വസ്ഥമായി കിടക്കുകയോ കസേരയിൽ നേരെ നിവർന്നിരിക്കുകയോ ചെയ്തുകൊണ്ട് എൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം. ഈ തെറാപ്പിയുടെ ഇടയ്ക്ക് ഉറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ കൂടി മാനസികമായും ശാരീരികമായും വിശ്രമം ലഭ്യമാകും. ഇനിയുള്ള ഓഡിയോ ഭാഗം നിങ്ങൾക്ക് സ്വന്തമായോ ഒരു ഗ്രൂപ്പായിട്ടോ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടിയോ ഒരു നിശ്ചിത സമയത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ് ഈ തെറാപ്പി. ആദ്യമായി 2 കണ്ണുകളും ഒരു പൂവിൻ്റെ ഇതളുകൾ എങ്ങനെയാണോ അടയുന്നത് അതുപോലെ ശാന്തമായി അടയട്ടെ. ഇനി വളരെ ദൂരെയുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. അവയെ തിരിച്ചറിയുക. അതിലേക്ക് ആഴ്ന്നിറങ്ങാതെ പതുക്കെ അവയെ മനസ്സിൽ നിന്ന് അകറ്റുക. ലെറ്റ് ഇറ്റ് ഗോ. അടുത്തുള്ള സ്വരങ്ങളെ ശ്രദ്ധിക്കുക. അവയെ തിരിച്ചറിയുക. അവയും മനസ്സിൽ നിന്നും മാഞ്ഞു പോകട്ടെ. ഇനി കിടക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന മുറിയിലെ സ്വരങ്ങൾ ശ്രദ്ധിക്കുക. മുറിയിലുള്ള വസ്തുക്കളെ മനസ്സിൽ കാണുക. വ്യക്തമായി അവയെ കാണുക. പതുക്കെ അവയൊക്കെ മനസ്സിൽ നിന്നും അകന്നു പോകട്ടെ. കിടക്കുന്ന കട്ടിൽ, മെത്ത അല്ലെങ്കിൽ ഇരിക്കുന്ന കസേര, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, ശരീരവുമായി ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള വസ്ത്രങ്ങൾ, ഇവയൊക്കെ തിരിച്ചറിഞ്ഞ് പതുക്കെ അവയൊക്കെ മനസ്സിൽ നിന്നും അകറ്റുക. ഇനി ശ്രദ്ധ ശ്വസനത്തിലേക്ക് മാറ്റുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ശ്വാസകോശങ്ങൾ വികസിക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നാസാദ്വാരങ്ങൾ വികസിക്കുന്നതും തിരിച്ചറിയുക. ദീർഘമായി ഉള്ളിലേക്ക് ശ്വാസം വലിച്ചെടുക്കുക. ഉദരത്തിൽ നിന്നും ശ്വാസം പുറത്തേക്ക് നിശ്വസിക്കുന്നതനുസരിച്ച് ശരീരത്തിലും മനസ്സിനുമുള്ള എല്ലാ വിഷമങ്ങളും, ബുദ്ധിമുട്ടുകളും, പ്രശ്നങ്ങളും, ആകാംക്ഷകളും, വേദനകളും തിരിച്ചറിയുകയും അവയൊക്കെ ഉച്ഛ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായും മനസ്സിൽ കാണുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. വിശ്രമാവസ്ഥയുടെ 2ാം ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 2 കാൽപാദങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാൽപാദങ്ങളുടെ രൂപവും ആകൃതിയും മനസ്സിൽ കാണുക. എല്ലാ കാൽവിരലുകളും ശ്രദ്ധിക്കുക. അവയെല്ലാം റിലാക്സ് ചെയ്യട്ടെ. പാദങ്ങൾക്ക് മരവിപ്പും ഭാരവും അനുഭവപ്പെടുന്നത് തിരിച്ചറിയുക. ഇനി വിശ്രമിക്കുക. റിലാക്സ്. കാൽവണ്ണയിലെ പേശികളിലേക്ക് ശ്രദ്ധ മാറ്റുക. ഈ പേശികളെ കാഫ് മസിൽസ്
എന്ന് പറയും. നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്നത് ഈ ഭാഗമാണ്. അവ റിലാക്സ് ചെയ്യട്ടെ. മെല്ലെ കാൽമുട്ടുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. കാൽമുട്ടുകൾ മടക്കുകയും നിവർക്കുകയും ചെയ്യാവുന്ന പ്രക്രിയ മനസ്സിൽ കാണുക. അവ വിശ്രമിക്കട്ടെ. പേശികൾ അയയുന്നതായി മനസ്സിൽ കാണുക. ഇനി വിശ്രമിക്കുക. റിലാക്സ്. ശ്രദ്ധ 2 തുടകളിലേക്കും അരക്കെട്ടിലേക്കും അരക്കെട്ടിനുള്ളിലുള്ള അവയവങ്ങളിലേക്കും കൊണ്ടുവരിക. അവയുടെ ഭാരവും അയവും മരവിപ്പും മനസ്സിൽ തിരിച്ചറിയുന്നതോടൊപ്പം ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും കിടക്കയിലേക്ക് മാറുന്നതായും കാണുക. ഇനി വിശ്രമിക്കുക. റിലാക്സ്. ഇനി അടിവയറ്റിലേക്ക് ശ്രദ്ധ മാറ്റുക. വളരെ ദീർഘമായ ശ്വസനത്തിലൂടെ ഉദരത്തെ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുവരിക. പേശികളെ സ്വതന്ത്രമാക്കുക. മനസ്സിന്റെ പിരിമുറുക്കവും ഇല്ലാതാവുന്നത് അനുഭവിച്ചറിയുക. റിലാക്സ്. ഇനി ശ്രദ്ധ നെഞ്ചിലേക്ക് കൊണ്ടുവരിക. ഒപ്പം ദീർഘമായി ശ്വസിക്കുക. ഓരോ ശ്വാസത്തോടൊപ്പം നെഞ്ച് പൊങ്ങുകയും താഴുകയും ചെയ്യുന്നതായി തിരിച്ചറിയുക. ഇത് ശരീരത്തിന്റെ താളക്രമമാണ്. ഇനി വിശ്രമിക്കുക. റിലാക്സ്. ശ്രദ്ധ 2 തോളുകളിലേക്കും കൈകളിലേക്കും കൈവിരലുകളിലേക്കും മാറ്റുക. കൈമുട്ടുകൾ നിവർക്കുകയും മടക്കുകയും ചെയ്യാമെന്ന പ്രക്രിയ മനസ്സിൽ കാണുക. വിരലുകളുടെ ആകൃതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ റിലാക്സ് ചെയ്യട്ടെ. അവയ്ക്ക് മരവിപ്പും ഭാരവും അനുഭവപ്പെടുന്നത് തിരിച്ചറിയുക. പതുക്കെ അവയെ മനസ്സിൽ നിന്നും അകറ്റുക. ഇനി വിശ്രമിക്കുക. റിലാക്സ്. കഴുത്തിന്റെ ഇരുവശങ്ങളിലെ പേശികളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ആ പേശികളെ ഭാരമുള്ളതായും മൃദുവായും മാറാൻ അനുവദിക്കുക. ഇനി വിശ്രമിക്കുക. റിലാക്സ്. വിശ്രമാവസ്ഥയുടെ 3-ാം ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ്. ഇപ്പോൾ വിശ്രാന്തിയുടെ ആനന്ദം ആസ്വദിക്കുക. മുഖത്തെ പേശികളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. നെറ്റിത്തടത്തിൽ ചുളിവുകൾ ഒന്നും ഇപ്പോൾ ഇല്ല. കവിളുകൾക്ക് കനം തൂങ്ങട്ടെ. താടിയെല്ലുകൾ അയഞ്ഞു വരട്ടെ. ചുണ്ടുകൾ മൃദുവും ഭാരമേറിയതും ആയി മാറട്ടെ. നാസാദ്വാരങ്ങളിലൂടെ തണുത്ത കാറ്റ് കയറുന്നതായി അനുഭവപ്പെടുക. മുഖം മൊത്തത്തിൽ വിശ്രമിക്കട്ടെ. റിലാക്സ്. ഇനി ശ്രദ്ധ തലയുടെ ഉച്ചിയിലേക്ക് കൊണ്ടുവരിക. അവിടം റിലാക്സ് ചെയ്യട്ടെ. ശരീരമാകെ ഇപ്പോൾ വിശ്രമാവസ്ഥയിലാണെന്ന് തിരിച്ചറിയുക.
ശ്വാസോച്ഛ്വാസത്തിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. നാം ശ്വസിക്കുന്ന ഈ അന്തരീക്ഷ വായു, പ്രാണവായു, ഈശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും വരദാനമായി നൽകിയതാണ്. ഇത് ദൈവികമായ ചൈതന്യമാണ്. ശ്വസിക്കുമ്പോൾ ഈ ദൈവിക ചൈതന്യം തലയുടെ ഉച്ചിയിൽ നിന്നും കാൽവിരലുകളുടെ അഗ്രഭാഗം വരെയും ഒരു തിരമാല പോലെ വേഗത്തിൽ ചലിക്കുന്നു. ഇതിന് രോഗശാന്തിക്കുള്ള ശക്തിയുണ്ട്. ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും ഇത് സ്വാധീനിക്കുന്നു. ഒപ്പം അത്യന്താപേക്ഷിതമായ ഒരു ചൈതന്യം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കൂടുതൽ കൂടുതൽ ശാന്തിയും സമാധാനവും കൈവരുന്നതായി തിരിച്ചറിയുക. കൂടുതൽ കൂടുതൽ സമാധാനം ലഭിക്കുന്നു. ആ ചൈതന്യം കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. മുഖം പ്രസന്നമാകുന്നു. ഒപ്പം മുഖത്ത് ഒരു പുഞ്ചിരി നിറയുന്നു. റിലാക്സ്. സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു ഈശ്വരനാമം ഒരു മന്ത്രമായി ഇപ്പോൾ മനസ്സിൽ ഉരുവിടുക. ഓരോ ശ്വാസത്തോടൊപ്പം വീണ്ടും വീണ്ടും അത് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുക. വിശ്രാന്തി തിരിച്ചറിയുക. ഉന്മേഷം നിറയുന്നത് അറിയുക. ഇനി ദൂരെയുള്ള സ്വരങ്ങളെ ഒരിക്കൽ കൂടി തിരിച്ചറിയുക. അവ പതുക്കെ മനസ്സിൽ നിന്നും മാറിപ്പോകട്ടെ. അടുത്തുള്ള സ്വരങ്ങളെ തിരിച്ചറിയുക. ഓരോന്നായി മനസ്സിൽ നിന്നും മാഞ്ഞു പോകട്ടെ. ഈ മുറിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഇവിടെയുള്ള വസ്തുക്കൾ, സ്വരങ്ങൾ എന്നിവ തിരിച്ചറിയുക. കിടക്കുന്ന കിടക്ക അല്ലെങ്കിൽ ഇരിക്കുന്ന കസേര, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, ശരീരവുമായി ക്ലോസ് കോണ്ടാക്റ്റ് ഉള്ള വസ്ത്രങ്ങൾ എല്ലാം തിരിച്ചറിയുക. മെല്ലെ മെല്ലെ സമയവും ചുറ്റുപാടുകളും മനസ്സിലാക്കുക. കണ്ണുകൾ പതുക്കെ തുറക്കുക. സാവധാനം എഴുന്നേൽക്കുക.